ഞാനിവിടെ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അൽഗോറിതംസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ജസ്റ്റ് തിയറി പോർഷൻസ് എല്ലാം പറഞ്ഞു പോയി. അപ്പം ഈ ഒരു സെഷനോട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു അൽഗോറിതം എഴുതാം, എഴുതിയ അൽഗോറിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. സോ എ ബേസിക് ട്യൂട്ടോറിയൽ ഫോർ റൈറ്റിംഗ് അൽഗോറിതംസ് വിത്ത് സത്യ. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ, ഞാനിത് പറയുന്നതെല്ലാം നേരത്തെ ഞാൻ ഫുൾ തിയറി പറഞ്ഞു പോയി. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും പറയാൻ പോകുന്നത്. അപ്പം ഏറ്റവും സിമ്പിളസ്റ്റ് രീതിയിൽ മനസ്സിലാവുന്ന ഒരു അൽഗോരിതമാണ് സ്വാപ്പിംഗ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ജസ്റ്റ് രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക, സ്വാപ്പ് ചെയ്ത് വയ്ക്കുക. അതിനാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് വെച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ അൽഗോരിതം വളരെ സിമ്പിളാണ്. അപ്പം സ്വാപ്പിംഗ് എന്താണെന്ന് നമുക്കറിയാം. ആദ്യം ഒരു ടെമ്പററി, ഞാൻ സിയുടെ ബേസിസിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ടെമ്പററി വേരിയബിൾ എടുക്കും. ടെമ്പററി വേരിയബിളിലേക്ക് നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട ആദ്യത്തെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ വാല്യൂവിലേക്ക് നമ്മൾ ആ എ എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് രണ്ടാമത്തെ വേരിയബിൾ ബിയുടെ വാല്യൂ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ബി ഇസ് ഈക്വൽ ടു ടെമ്പോ എടുക്കും. അപ്പം രണ്ട് വാല്യൂസ് എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ആവും. അപ്പം നമ്മൾ എന്താണ് ഈ സെഷൻ വെച്ച് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ഒരു അൽഗോറിതം എഴുതാം. ഒന്നാമത്തെ രീതി ഇതാണ്. ഇത് ജനറലി ഒരു ഫംഗ്ഷൻ്റെ രീതിയിൽ നമ്മൾ എഴുതാം. അൽഗോറിതം സ്വാപ്പ് എ കോമ ബി. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എഴുതരുത്. ലൈക്ക് ഇൻ്റ് ആണോ, ഫ്ലോട്ട് ആണോ, ക്യാർ ആണോ, വോയിഡ് ആണോ, അങ്ങനെ ഒന്നും എഴുതരുത്. ജസ്റ്റ് അൽഗോറിതം സ്വാപ്പ് ഓഫ് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടോ അത് അതിലേക്ക് പാസ് ചെയ്യുക. എ കോമ ബി നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട രണ്ട് വാല്യൂ. എന്നിട്ട് നമ്മൾ ഈ കേളി ബ്രേസസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിഗിനും എൻഡും ആണ്. മനസ്സിലായില്ലേ? ബിഗിൻ എൻഡ്. അപ്പം നമുക്ക് കേളി ബ്രേസസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഐഡിയ ഓഫ് ദാറ്റ് അൽഗോറിതം, ടെമ്പ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു ടെമ്പ് എഴുതാം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് സ്യൂഡോ കോഡ് നൊട്ടേഷനിൽ നമ്മൾ ഈക്വൽ ടു അവിടെ ഡോട്ട് കോളൻ ഈക്വൽ ടു എന്ന് എഴുതുന്നുണ്ട്. ആക്ച്വലി അത് പാസ്കലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം അത് വെച്ച് ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരുപാടടുത്ത് റെഫർ ചെയ്തപ്പോൾ കണ്ടത് വെച്ചാൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ലെന്നാണ് ഞാൻ വായിച്ചോടത്തൊക്കെ കണ്ട് മനസ്സിലാക്കിയത്. ഇതൊന്നാമത്തെ രീതിയാണ് ഒരു അൽഗോറിതം എഴുതാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് രീതിയിലേക്ക് പോവാം. നെക്സ്റ്റ് രീതി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വ്യത്യാസം എന്തുവാ, ആ കേളി ബ്രേസസിന് പകരം നമ്മളുടെ ബിഗിൻ എൻഡ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എന്തുവാ ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ KTUവിൻ്റെ ഒരു ആൻസർ കീ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്സ് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങുക. എന്നിട്ട് നമ്മൾ എഴുതേണ്ട ഐഡിയ 1 2 3 അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. 1 ആദ്യം ടെമ്പ് ഈക്വൽ ടു എ കൊടുത്തു. സെക്കൻഡ് എന്തുവാ പറയുന്നത്, എ ഈക്വൽ ടു ബി കൊടുത്തു, ബി ഈക്വൽ ടു ടെമ്പ് കൊടുത്തു. 1 2 3 റെപ്രസെൻറ്റേഷനിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയും എഴുതാൻ പറ്റും. നമുക്കിപ്പം വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തോടത്ത് ഈ ടെമ്പ് ഈക്വൽ ടു എയുടെ അവിടെയും 1 2 3 എഴുതിയിട്ട് പോകും. അതിനും ഒരു തെറ്റില്ല. അൽഗോറിതം സ്വാപ്പ് ഓഫ് എ കോമ ബി അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല. ആക്ച്വലി അൽഗോറിതം എന്താണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരാൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാണ്. അതായത് ഒരു പ്രോഗ്രാമറിന് മാത്രമല്ല, പ്രോഗ്രാം ചെയ്യാൻ അറിയാൻ മേലാത്ത ഒരാൾക്കും ഇത് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ വേണം എഴുതാൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് രീതിയിൽ എഴുതാമെന്ന് പറയുന്നത്, അതായത് ഞാൻ KTUവിൻ്റെ ഒരു ആൻസർ കീ, ഡേറ്റ സ്ട്രക്ചറിൻ്റെ ആൻസർ കീന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ച ഒരു സോർട്ടിംഗ് അൽഗോറിതമാണിത്. ഇത് ഇൻസേർഷൻ സോർട്ടിൻ്റെ അൽഗോറിതമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഫോളോ ചെയ്യുമ്പം ഇൻസേർഷൻ സോർട്ട് 1 സ്റ്റെപ്സ് നമ്മൾ എഴുതി മുകളിൽ. എന്നിട്ട് 1 ആദ്യം സ്റ്റാർട്ട്, ഓക്കെ, തുടങ്ങി. എന്നിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് I ഈക്വൽ ടു 1, തേർഡ് വൈൽ I ലെസ് ദാൻ n. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ വൈൽ തുടങ്ങി. ഓക്കെ, അപ്പോൾ വൈൽ തുടങ്ങി, ഈ വൈൽ തീരുമ്പം എൻഡ് വൈൽ കൊടുക്കണം. നമ്മൾ ഇവിടെ കണ്ടാൽ അത് മനസ്സിലാവും. കണ്ടോ, എൻഡ് വൈലിന് കൊടുത്തുണ്ടോ, ഇവിടെ ഒരു വേറെ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ വൈൽ എൻഡ് ചെയ്തപ്പോഴും ഇവിടെ എൻഡ് വൈൽ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇഫ് തുടങ്ങിയാൽ എൻഡ് ഇഫ് എന്ന് കൊടുക്കണം, ഫോർ തുടങ്ങിയാൽ എൻഡ് ഫോർ, അങ്ങനെ നമ്മൾ കൊടുക്കണം. ഇത് എഴുതുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണം. ഇതൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് അൽഗോറിതം ഇൻസേർഷൻ സോർട്ട് ഓഫ് നമ്മുടെ ആറെ പാസ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോർട്ട് ചെയ്യുന്ന രീതി ബാക്കി അതുപോലെ തന്നെ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച രീതിയിൽ ഇതുപോലെ ചെയ്യാം. മനസ്സിലായല്ലോ? ഒന്നിൽ കേളി വെച്ചിട്ട് എഴുതാം, ബിഗിൻ എൻഡ് വെച്ചിട്ട് ചെയ്യാം, അതുമല്ല ഇതുപോലെ തന്നെ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. കാരണം അൽഗോറിതം എന്ന് പറയുന്നത് നമ്മൾ
ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം ഫോളോ ചെയ്യണം, ബേസിക് കമ്പോണൻസ് എല്ലാം ഇതായിരിക്കണം. അത്രയും ഉണ്ടെങ്കിൽ അൽഗോരിതം എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ്, ഇത് ബബിൾ സോർട്ടിന് ഇതുപോലെ തന്നെ ഒരു അൽഗോരിതം. ഇത് ഞാൻ കാണിച്ചതെന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇഫ് കൊടുത്തിട്ടുണ്ട്, എൻഡ് ഇഫ് അത് കൊടുത്തിട്ടുണ്ടോ. ആദ്യം സ്റ്റെപ്പ് സ്റ്റാർട്ട്, പിന്നെ അങ്ങനെ എഴുതി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതിയിലേക്ക് വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു, എൻഡ് വയൽ കൊടുത്തു, അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇത് ബബിൾ സോർട്ടിൻ്റെ ഒരു അൽഗോരിതം. മനസ്സിലായില്ലേ? അൽഗോരിതം നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, സെപ്പറേറ്റ് ഇഫിൻ്റെ അകത്ത് 2-3 സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇപ്പം അവിടെ നമ്മൾ 1, 2, 3 ഫോളോ ചെയ്തിട്ട് എഴുതിയാൽ അത്രയും നല്ലത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നതിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ്, ഇതൊന്നുമല്ല, ഓക്കെ, ഈ 3 രീതിയിലും അല്ല, അതും ബുദ്ധിമുട്ടായ ഒരാൾ ഇങ്ങനെ എഴുതിയാലും അൽഗോരിതം തന്നെയായിരിക്കും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സെൻറ്റൻസിൽ എഴുതുക. അതായത് വായിക്കുന്ന ഒരാൾക്ക്, ഒരു ഇംഗ്ലീഷ് അറിയാൻ പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ. ഇത് 2 പോളിനോമിയലിൻ്റെ അഡീഷനാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് ഈ പ്രോഗ്രാം എന്തുവാ എന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അൽഗോരിതം എങ്ങനെ എഴുതാം എന്നൊരു രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പം നമുക്കിപ്പം ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷനും അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഈ അൽഗോരിതം ഡയറക്റ്റ് പ്രോഗ്രാം രീതി എഴുതാൻ പാടായിട്ടുള്ള ഒരുപാട് പേര് കാണും. അവരൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 1, 2, 3 ഇങ്ങനെ എഴുതിയിട്ട് ഇംഗ്ലീഷ് നമ്മുടെ ലാംഗ്വേജിൽ ആ ഒരു പ്രോഗ്രാമിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് എഴുതി വെച്ചാലും അത് അൽഗോരിതം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ്. ഇപ്പം അൽഗോരിതം എഴുതാൻ നമ്മൾ പഠിച്ചു. ഒരു നട്ട്ഷെല്ലാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാകാനും പഴയ ഒരാൾ നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാനും വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ടുള്ള എൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അൽഗോരിതം എഴുതേണ്ട എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അടുത്തത് അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അൽഗോരിതത്തിലെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു ബേസിക് ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. വെച്ചാൽ ഫോർ i = 0, i less than n, i++. ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് വേണേ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം നമ്മളോട് പറയുവാണ് ഈ ഒരു അൽഗോരിതത്തിൻ്റെ ഈ ഒരു സ്പെസിഫിക് സെക്ഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറയുമോ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, പറയാം. അപ്പം എന്താണ് ഈ ടൈം കോംപ്ലക്സിറ്റി? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ അൽഗോരിതം എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ i = 0, ഓക്കെ, i0 i less than n, ഇവിടെ i ആണ്, i less than n, i++. ഓക്കെ, അപ്പം നമ്മൾ 0 ഇപ്പം n-ൻ്റെ വാല്യൂ 5 ആണെന്ന് വെച്ചു. ഓക്കെ, 5 ആണെന്ന് വെച്ചു. 0 1 2 3 4 5 ചെക്ക് ചെയ്തു, പക്ഷെ കണ്ടീഷൻ ഫോൾസ് ആയി, അവിടെ ബ്രേക്ക് ചെയ്യും. അപ്പം നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. n+1 ടൈംസ് ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. n 5 ആണ്, ചെയ്യും, നമ്മൾ 0 to 4 വരെ നോക്കും, പക്ഷെ 4 കഴിഞ്ഞ് ഒരെണ്ണം കൂടെ നോക്കും, അതല്ലേ 5 വരുന്നത്. ഓക്കെ, അപ്പോൾ 5 + 1 അതല്ലേ വരുന്നത്. അതുപോലെ 6 ആണ്, ചെയ്യും, അങ്ങനെ ഒരു 6 + 1 അങ്ങനെയല്ലെന്നോ പോകുന്ന ഈ ഒരു സംഭവം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇവിടുത്തെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n+1 ആണ്. ഓക്കെ, ദിസ് ഈസ് ഇക്വൽ ടു n+1 രീതി വരെ എക്സിക്യൂട്ട് ചെയ്ത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്ര എക്സിക്യൂട്ട് ചെയ്യും? ഇതൊരു ലൂപ്പാണ് അല്ലേ. ലൂപ്പ് ആകുമ്പം ഇത് n+1 എക്സിക്യൂട്ട് ചെയ്യും, പക്ഷെ n+1th വരുന്ന ആ സാധനം വെച്ച് കഴിയുമ്പോൾ ഈ കണ്ടീഷൻ ലൂപ്പ് ബ്രേക്ക് ആവുക ചെയ്യുന്നത് അല്ലേ. ബ്രേക്ക് ആകുമ്പോൾ ഈ അകത്തോട്ട് കയറില്ല. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ടോട്ടൽ എത്ര തവണ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ എഴുതാൻ പറയും, അത് നമ്മൾ n+1 + n ചെയ്യുമ്പോഴത്തേക്കും 2n+1. ബട്ട് ടൈം കോംപ്ലക്സിറ്റി എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ രീതി ഓർഡറിൽ എഴുതത്തുള്ളൂ, ഓർഡർ ഓഫ് n. മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റിലേക്ക് പോകാം. ഇത് i ആണ്, 1 അല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇതിലേക്ക് കിടക്കുമ്പോഴത്തേക്കും 4 i = 0, i less than n, i + 2. i + 2. അപ്പം നമ്മൾ ചെയ്യും, ഇത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? n/2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും, പ്ലസ് ഒരെണ്ണം കൂടെ എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായില്ലേ? പ്ലസ് ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ നെക്സ്റ്റ് i + 2, ആ 2 ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ n/2 പ്ലസ് ഒരെണ്ണം കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യും, ബ്രേക്ക് ആവും. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ്സിന് ഇവിടെ വരുമ്പോൾ n/2 ടൈംസ് വരുന്നത്. മനസ്സിലായില്ലേ?
അപ്പോഴും നമ്മൾ ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കിട്ടുമ്പം ഇത് എപ്പോഴും എന്നിന്റെ ഓർഡറിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇവിടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർഡർ ഓഫ് എൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഒരു നെസ്റ്റഡ് ലൂപ്പിന്റെ കേസ് വരുമ്പോഴാണ് ഈ സംഭവം നോക്കേണ്ടത്. അതായത് ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ എൻ ഐ പ്ലസ് പ്ലസ്, നെക്സ്റ്റ് ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ എൻ ജെ പ്ലസ് പ്ലസ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ ആദ്യം പറഞ്ഞു എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഐ 0 ആയി, 1 ആയി, 2 ആയി, 3 ആയി, അങ്ങനെ n-1 ആയി. എന്നിട്ട് n ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പം എന്ത് ചെയ്യും? n+1 ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത് n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ലൂപ്പിന് അകത്തെ ഒരു സാധനം നമ്മൾ എന്തോ പറഞ്ഞു? n+1 പറ്റത്തില്ല, n ടൈംസ്. ഇത്രയും കാര്യം n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേ അല്ലേ? അത് കൂടാതെ ഈ ഒരു ലൂപ്പ് എന്ത് ചെയ്യും? n+1 എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് n×n+1 ഞാൻ എഴുതിയത്. ഓക്കെ, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? n² ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു n ഇതിൻ്റെ ഒരു n കൂടി ചെയ്യും n² ടൈംസ്. അപ്പം ടോട്ടൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ സ്ക്വയറിലല്ലേ വരുന്നത്. അപ്പം ഓർഡർ ഓഫ് n² ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇത് കുറച്ചുകൂടെ നമ്മൾ ഇത് വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം കുറച്ച് രസകരമാണ്. അതായത് ആദ്യം ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ എൻ ഐ പ്ലസ് പ്ലസ്, അത് നമുക്കറിയാത്ത n+1 ഓബിയസ്ലി ആയിരിക്കും. ഓക്കെ, ഒരു കുഴപ്പമില്ല. നമ്മൾ നെക്സ്റ്റിലേക്ക് കയറി. അപ്പോൾ ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ ഐ ജെ പ്ലസ് പ്ലസ്. മനസ്സിലായില്ലേ? ഇവിടെ ചെറിയ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത്ര നാളും ജെ ലെസ് ദാൻ എൻ വേറൊരു ഫോറിൻ വേരിയബിൾ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ ടേബിൾ വരച്ചിട്ട് വേണം ഇതിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് പെടും, ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഐ എടുത്തു, ജെ എടുത്തു, നമ്പർ ഓഫ് ടൈംസ് വരുന്ന എഴുതി. ഐ എന്തോ ചെയ്തു? 0 എന്നാ തുടങ്ങുന്നത്. അപ്പോൾ 0 1 2 3 എക്സെട്ര അങ്ങനെ പോയി. ജെ എന്തോ ചെയ്തു? ജെ നമ്മൾ കണ്ടുപിടിക്കണം. ഇനീഷ്യലി നമ്മൾ ജെ 0 ജെ ലെസ് ദാൻ ഐ ആണോ? 0 ലെസ് ദാൻ 0 ആണോ? അല്ല, അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പം നമ്പർ ഓഫ് ടൈംസ് എന്തോ? 0 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇനി ഐ 1 ആവുമ്പം ജെ എന്തോ ആയി? ജെ 0 ആയി. 0 ലെസ് ദാൻ എന്താ പറഞ്ഞ ഐ നോക്കി സാറ്റിസ്ഫൈ ചെയ്തു. അതായത് നമ്മൾ 0 ലെസ് ദാൻ 1, പക്ഷെ നെക്സ്റ്റ് എക്സിക്യൂട്ട് ആകതല്ല. അപ്പം ഒറ്റ തവണ 0 മാത്രമേ ഇവിടെ വരത്തുള്ളൂ അല്ലേ? ഇവിടെ 1 ആയി. നെക്സ്റ്റ് ഐ 2 ആകുമ്പോൾ എന്തു ആവും? 0 വരും 1 വരും അല്ലേ? പോസിബിലിറ്റി ഇവിടെ. അതുകൊണ്ടാണ് 0യും 1 എഴുതിയത്. 2 വന്നു ഇവിടെ. 3 ആകുമ്പോൾ എന്തോ ചെയ്യും? 0 1 2 വരും, 3 വരും. നെക്സ്റ്റ് ആകുമ്പോൾ 0 1 2 3 4 വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം 0 + 1 + 2 + 3 + എക്സെട്ര n വരെ വന്നു. ഇതെന്തോ വരും? നമുക്ക് n×n+1/2 എന്ന് എഴുതി. അങ്ങനെയാണ് ഓർഡർ ഓഫ് n എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വേണം ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പം ചെയ്യാൻ. നമുക്ക് വേറൊരു എക്സാമ്പിളോടെ കാണാം. ഇതിവിടെ നമ്മൾ p = 0 ആണ്. ഓക്കെ, i = 1 ആണ്. p ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഇനീഷ്യലി p 0 ആണ്. i ++ 1 കണ്ടോ? ഐയുടെയും പിയുടെയും രീതി നമ്മൾ ടേബിൾ വരച്ചാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനീഷ്യലി i 1 ആവുമ്പോൾ നമുക്ക് എന്തോ ചെയ്ത്? 0 + 1 റൈറ്റ് അല്ലേ? 0 + 1 p 0 ആണ്. p = 0 + 1. ഓക്കെ, നമ്മൾ i 2 ആകുമ്പോൾ എന്തോ ചെയ്യും? 2 ആകുമ്പോൾ എന്തോ ചെയ്യും? 1 + 2 വരും. നേരത്തെ ഉള്ള ഒരു 1ഉം ഈ കിട്ടിയ 1ഉം ഈ ഒരു 2. മനസ്സിലായില്ലേ? എന്നിട്ട് 1 + 2 + 3. നേരത്തെ കിട്ടിയ 1ഉം നെക്സ്റ്റില് 3യും അങ്ങനെയാണ് ഇത് പോകുന്നത്. എക്സെട്ര ഇങ്ങനെ വരും. പക്ഷെ ലാസ്റ്റ് ടൈം കണ്ടോ? 1 + 2 + 3 + 4 എക്സെട്ര k ടൈംസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു കണ്ടീഷൻ നോക്കുക. p ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. എപ്പോഴാണ് ഈ കണ്ടീഷൻ ബ്രേക്ക് ആകുന്നതെന്ന് നോക്കുക. p > n വരുമ്പോഴാണ് ഈ കണ്ടീഷൻ ബ്രേക്ക് ആകുന്നത്. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് p എന്ന് പറഞ്ഞാൽ എന്തുവാ? k×k+1/2. അതെന്ന് പറഞ്ഞാൽ > n ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ അസ്യൂം ചെയ്യുക, അപ്പോഴാണ് ബ്രേക്ക് ആകുന്നത് എന്ന് പറയുക നമ്മൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യാൻ എന്തുവായി? k² > n. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഓർഡർ ഓഫ് √n എന്ന ടേംസ് വരും. കണ്ടോ? നമ്മൾ ഓർഡർ ഓഫ് n നോക്കി, n നേരെ n² വന്നു. എന്നിട്ട് നമ്മൾ n² √n വന്നു. കണ്ടോ? ഇത് പോകുന്നുണ്ട്, പോസിബിലിറ്റീസ് കണ്ടോ? അതാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തുവാ?
ഐ ഈക്വൽ ടു 1 വരും, ഐ ലെസ് ദാൻ n വരും, ഐ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, 2ന്റെ പവറിൽ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യം ഐ വരും, 1 വരും, 1 × 2 വരും, പിന്നെ ലൂപ്പ് ഇത് ചെയ്യുമ്പോൾ 2 സ്ക്വയർ വരും, 2 ക്യൂബ് വരും, 2⁴ വരും, എക്സെട്ര അങ്ങ് പൊക്കോണ്ടിരിക്കുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എന്തോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഈ കണ്ടീഷൻ ബ്രേക്ക് ആകുന്നത്? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ ബ്രേക്ക് ആകുന്നത്. അപ്പം എന്തോ ചെയ്യും, നമുക്ക് ഈ ഈക്വൽ ടു മാത്രം ചെയ്യുവാണെങ്കിൽ ഐ ഈക്വൽ ടു 2⁻k വരും. ഓക്കെ, 2⁻k വരും. അപ്പോൾ 2⁻k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, അപ്പോഴാണ് നമ്മൾ ബ്രേക്ക് ആകുന്നത്. ഓക്കെ, അപ്പം എന്തോ ചെയ്യും, ലോഗിന് ടേം വന്നു. കെ എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ ലോഗ് എടുത്ത് നടക്കുമ്പോൾ ലോഗ് ടു ദ ബേസ് 2n വന്നു കണ്ടോ. അപ്പോൾ എന്തോ ഓർഡർ ഓഫ് ലോഗ് ടു ദ ബേസ് 2n ഇങ്ങനെയാണ്. അപ്പം ലോഗ് n വരെ നമുക്കിപ്പോൾ വന്നു. അങ്ങനെ നമുക്ക് എന്ത് വേണേൽ വരാം, മനസ്സിലായില്ലേ? നെക്സ്റ്റ്, അപ്പം നമ്മൾ ഇപ്പം ഇതുവരെയുള്ള എല്ലാം ബേസിക് ഒരു ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ്, ഇതുപോലെയാണ് നമ്മൾ പല ടൈപ്പിലെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. നോർമലി എന്തുവാ പറയുന്നത്, ഇവിടെ നമ്മൾ ജസ്റ്റ് നോർമലി ചെയ്യുക. ഇവിടെ പ്ലസ് ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴും തന്നെ വന്ന് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് 2 ലൂപ്പ് വരുമ്പം n² ആണെന്ന് മനസ്സിലായി. പിന്നെ എന്തോ ചെയ്തു, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുവാ അവിടെ വ്യത്യാസമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. കാരണം j = i എന്ന് വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ എന്തോ ചെയ്തു, ഈ ഒരു കേസിൽ വന്നപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഡൗട്ട് വരാമെന്ന കേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, മനസ്സിലായി. ഇവിടെ i × 2 വന്നാലും ഡിവൈഡ് = 2 വന്നാലും ലോഗ് ടു ദ ബേസ് 2n ആണ് ആൻസർ വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പോവുക. സ്പേസ് കോംപ്ലക്സിറ്റി ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം എടുത്ത് കാണിക്കുന്നില്ല, കാരണം സ്പേസ് കോംപ്ലക്സിറ്റി സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയിലെ ഫിക്സ്ഡ് പാർട്ടും വേരിയബിൾ പാർട്ട് എന്ന് പറഞ്ഞ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ എക്സാമിന് തിയറി എഴുതുമ്പം ഈ 2 കാര്യങ്ങളുടെ തിയറി ഇതുപോലെ എഴുതി വെക്കാം. ആക്ച്വലി സ്പേസ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തോ വരും, ഇവിടെ എന്ത് നമുക്ക് ഇതുപോലത്തെ i = 1 ഒക്കെ വരുന്ന ഈ അറേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്നതിന് നമ്മൾ 1 ആക്കി എടുക്കുക. ഒറ്റ സ്പേസ് എടുക്കുന്നുള്ളൊന്ന് എടുക്കുക. നമ്മൾ അറേ പോലൊക്കെ കാര്യങ്ങൾ വരുവാണെങ്കിൽ, അറേ ഡിക്ലെയർ ചെയ്ത് അറേ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറേയുടെ ഡൈമെൻഷൻസ് എടുക്കുക. ഇപ്പം n/n ആണ് എങ്കിൽ നമ്മൾ എന്തോ n² സ്പേസ് അവിടെ എടുക്കുന്നുണ്ട്. 3 എണ്ണം ഉണ്ടെങ്കിൽ n³ സ്പേസ് അവിടെ എടുക്കുന്നുണ്ട്. ഇപ്പം ഒരെണ്ണത്തിന് n ഡയമെൻഷൻ, ഒരെണ്ണത്തിന് m ഡയമെൻഷൻ ആണ്, nm സ്പേസ് അവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെ വേണം എഴുതാൻ. എന്നിട്ട് അതെല്ലാം കൂടെ ഇതുപോലെ ആഡ് ചെയ്തിട്ട് അവിടെ ഓർഡർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി കിട്ടും. അത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമില്ല. ഈ ഒരു ടൈം കോംപ്ലക്സിറ്റി മനസ്സിലായ സ്പേസ് കോംപ്ലക്സിറ്റി മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഒബിയസ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.